പ്രശാന്ത്, ബംഗ്ലാദേശിൽ കളിക്കളം മാറുകയാണ്. ഹസീനയുടെ ഒരു തിരിച്ചുവരവ്, ഒരു ചെറിയ ഒരു പ്രതീക്ഷ എവിടെയോ നിൽക്കുന്നു. എനിക്കൊന്നു ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു ലോകക്രമത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം തന്നെയായിരിക്കും അല്ലേ? അല്ല, ഹസീന തിരിച്ചു വരുന്നു, അതിനകത്ത് വ്യക്തത വന്നു കഴിഞ്ഞു. കാരണം ഹസീന ഇതുവരെ പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ ഒഴിഞ്ഞ രീതിയിലല്ല അവരുടെ പ്രവർത്തനങ്ങൾ. അവർ പ്രധാനമന്ത്രിയാണെന്ന എഴുത്തുകുത്തുകളോടും അല്ലെങ്കിൽ ഔദ്യോഗിക പദവികളോടും തന്നെയാണ് ട്രംപ് ജയിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിച്ചതെന്ന് നമ്മളന്ന് മാധ്യമങ്ങളിൽ കൂടി ചർച്ച ചെയ്യുന്നൊരു അവസ്ഥ വന്നു. ഇപ്പോഴും അവിടെ എഴുത്തുകുത്തുകളും അവരുടെ പ്രസ്താവനകളുമൊക്കെ താൻ പ്രധാനമന്ത്രി ആണ് എന്ന രീതിയിലാണ്. ഇത് സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെ അവിടുത്തെ നിലവിലെ ഇവരുടെ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണല്ലോ ഇപ്പോഴും പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രാവശ്യം ഒരു പ്രസ്താവനയിൽ കൂടി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റ് എൻ്റെ കയ്യിൽ പ്രധാനമന്ത്രി രാജിക്കത്തൊന്നും തന്നിട്ടില്ല. അതവിടെ പറഞ്ഞ് അവിടെ നിർത്തി. ആ പറച്ചിൽ ഒത്തിരി അർത്ഥമുണ്ട്. കാരണം പ്രധാനമന്ത്രി രാജിവെച്ചതായിട്ട് ജനാധിപത്യ രാജ്യത്ത് അവരുടെ ജനാധിപത്യ സംവിധാനം അനുസരിച്ചൊരു രേഖയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അവരെ അന്ന് കൊന്നുകളയുക, അതിനുശേഷം അവിടെ സംഭവിച്ച കലാപത്തിൽ അവരവിടുന്ന് രക്ഷപ്പെടുന്നു. അതിനുശേഷം അവരുടെ ഭാഗമായിട്ട് നിന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകക്ഷി പാർട്ടിയായിട്ടുള്ള അവാമി ലീഗ്, ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള അവാമി ലീഗ് 2018 74% സീറ്റുകൾ അവർക്കായിരുന്നു. 2024 72% സീറ്റുകളോടുകൂടി മറ്റ് പാർട്ടികൾക്ക് അവരോട് മത്സരിക്കാൻ പോലും പേടിയാകുന്ന അത്രയ്ക്ക് ജനപിന്തുണയുള്ള ആ പാർട്ടിയുടെ നേതാക്കന്മാരെ ആ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ചിട്ടാണ് ഇപ്പോൾ കലാപകാരികൾ അവിടെ നിൽക്കുന്നത്. വീണ്ടും ട്രംപ് വന്നു, അല്ലെങ്കിൽ ട്രംപ് ഇവരുടെ ഭാഗമാണെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുന്നു. ട്രംപ് ഈ ഹസീനെ അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൻ്റെ ആനുകൂല്യങ്ങൾ എല്ലാം നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ബംഗ്ലാദേശ് ആകപ്പാടെ പെട്ട് നിൽക്കുകയാണ്. കലാപമുണ്ടായതുകൊണ്ട് ലോകരാജ്യങ്ങൾ കയറ്റുമതി ഇറക്കുമതി അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള കമ്പനികളെല്ലാം അവിടുന്ന് വിട്ടുപോകുന്ന അവസ്ഥ, ഏറ്റവും പ്രധാനപ്പെട്ട തുണി വ്യവസായം നിന്നുപോകുന്ന ഒരവസ്ഥ, അരിയോ മണ്ണെണ്ണയോ പെട്രോളോ ഒന്നുമില്ലാത്ത അവസ്ഥ, ജനം നട്ടം തിരിയുന്ന അവസ്ഥ. ആ സമയത്താണ് ഈ പറയുന്ന അമേരിക്ക പോലെയുള്ള രാജ്യം എല്ലാ സംവിധാനങ്ങളും നിർത്താൻ, പണി ഉൾപ്പെടെ കമ്പനികൾ പോലും, അമേരിക്കയുടെ ഗവൺമെൻറ് ധനസഹായമല്ല, അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രൈവറ്റ് കമ്പനികൾ പണികൾ നടത്തുന്നുണ്ടെങ്കിൽ അതുൾപ്പെടെ നിർത്തുന്നതിനും ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ നിർത്തുന്നതിനും വേണ്ടി തീരുമാനിക്കുകയും, ഇതെല്ലാവരും ചില രാജ്യങ്ങളിലൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിലും അതിനകത്തൊക്കെ പരിശോധനയും മാനദണ്ഡവും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല, ഒരു മാനദണ്ഡവും ഇല്ല നിർത്തിയേക്കാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യുഎസ് ഇരിക്കുന്നിടത്തോളം കാലം അമേരിക്കയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നോ ബംഗ്ലാദേശിന് ഒരു സഹായവും ഉണ്ടാകുന്ന അവസ്ഥയില്ല. അതായത് വേണമെങ്കിൽ മാറ്റിക്കോ, ഇയാളെ വെച്ചിട്ട് ഈ രാജ്യം മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിക്കത്തില്ല, അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന പറച്ചിലാണ് പറഞ്ഞേക്കുന്നത്. അതിനുശേഷം ഇപ്പം ഇന്ന് വന്നേക്കുന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഹസീന ഇറങ്ങുന്നു, ഹസീനയുടെ പാർട്ടിക്കാരിറങ്ങുന്നു. ഇതുവരെ അവിടെ കണ്ടാൽ അകത്ത് ഇട്ടിരുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇറങ്ങിയിരിക്കുന്നു. സമരവുമായി, വലിയ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങളെ തടഞ്ഞാൽ അല്ലെങ്കിൽ വിവരമറിയുമെന്നുള്ള രീതിയിൽ താക്കീതുമായിട്ട് വെളിയിൽ ഇറങ്ങിയിരിക്കുന്നു. ജനപിന്തുണ കിട്ടുന്നുണ്ടോ? ജനപിന്തുണ ഹസീനയ്ക്കുള്ളത് കൊണ്ടാണല്ലോ സാറേ ഞാൻ മുമ്പേ പറഞ്ഞത്. 2018 75% സീറ്റ് അവർക്കാ. 2024 കഴിഞ്ഞ് ഇവരെ അട്ടിമറിക്കുന്നതിന് മുമ്പ് അവർ വന്നതും 72.16% സീറ്റ് അവർക്കാ. ബാക്കി ആരും മത്സരിച്ചാൽ ജയിക്കാത്തൊരവസ്ഥ. പൂർണ്ണമായിട്ടും ജനപിന്തുണ അവർക്കാണ്. പക്ഷേ കലാപകാരികളുടെ മാനസികാവസ്ഥയല്ലല്ലോ സാധാരണ ജനങ്ങൾക്ക്. അവരെ ആ രീതിയിലേക്ക് വരണമെങ്കിൽ ജനത്തിന് ചെറുത്ത് നിൽക്കാനായിട്ട് കഴിയാതെ പോയി. ജനത്തിന് ചെറുത്ത് നിൽക്കാനായിട്ട് കഴിയാതെ പോവുകയും, അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ ഒരുക്കുന്നതിന് വേണ്ട നേതാക്കന്മാരെ പിടിച്ച് ജയിലിലടക്കുകയും കൊന്നുതള്ളുകയും അവരുടെ വീട് കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം നാട് വിട്ടു പോയിരിക്കുകയാണ്. അവർ തിരിച്ചെത്തുന്നു. ഈ പറയുന്നത് അവരുടെ സമരത്തിന്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക. ആ മുദ്രാവാക്യം ഇന്ത്യയുടെ മുദ്രാവാക്യം. മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക ബംഗ്ലാദേശിലെ. അതാരുടെ മുദ്രാവാക്യ? ഇന്ത്യയുടെ മുദ്ര. ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന, അനാവശ്യമായിട്ട് കേസെടുത്തിരിക്കുന്ന അവാമി ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പുറത്തുവിടുക.
ഈ രണ്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവരവിടെ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. റാലി, ബന്ദ്, പൊതുസമ്മേളനം എന്നിവയാണ് ഒരു ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ. റാലികൾ വരും, ബന്ധുകൾ വരും, പൊതുസമ്മേളനങ്ങൾ വരും. കാരണം ജനങ്ങളുമായിട്ട് ഇതെല്ലാം വിശദീകരിക്കണമല്ലോ. ഏതായാലും തീരുമാനങ്ങളായി. ഫെബ്രുവരി 1 തൊട്ട് 5 വരെ രാജ്യത്തുടനീളം ഇവരുടെ മുദ്രാവാക്യങ്ങൾ, അവിടെ നടന്ന കലാപങ്ങൾ, അവിടെ നടക്കുന്ന അനീതികൾ, ആ രാജ്യത്തിൻ്റെ അരാജകാവസ്ഥ അതിനെ മുൻനിർത്തിക്കൊണ്ട് ലഘുലേഖകൾ ഓരോ വീടുകളിലും എത്തിക്കാൻ അവാമി ലീഗിൻ്റെ നേതാക്കന്മാർ തീരുമാനിച്ചിരിക്കുന്നു. ഫെബ്രുവരി 6 വ്യാഴാഴ്ച അല്ലെങ്കിൽ 6-ാം തീയതി റാലികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഫെബ്രുവരി 16 പ്രതിഷേധ മാർച്ചും വിവിധ ഇടങ്ങളിൽ സംഘടിപ്പിക്കുന്നതിനും ഫെബ്രുവരി 18 ബന്ദ് നടത്തുന്നതിനും തീരുമാനിച്ചിരിക്കുന്നു. അതായത് വിപുലമായ രാഷ്ട്രീയ വിശദീകരണവും അല്ലെങ്കിൽ റാലികളും പ്രക്ഷോഭങ്ങളും ബന്ധുകളും പണിമുടക്കുകളും അല്ലെങ്കിൽ ജനങ്ങളെ എന്തിനു വേണ്ടിയാണ് ഇതെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണെന്നും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ മുന്നൊരുക്കത്തിന് ഒരു പാർട്ടി എങ്ങനെ തയ്യാറാകുന്നു അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അത്തരത്തിൽ ഇതുവരെ ഒളിച്ചിരുന്ന അവാമി ലീഗിൻ്റെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ഇറങ്ങി വരണമെങ്കിൽ അതിനൊരു വലിയ പിന്തുണ ഉണ്ടാവണം. ഇതുവരെ പിടിച്ച് അകത്തിടും അല്ലെ ശിക്ഷിക്കപ്പെടും എന്ന് വിചാരിക്കുന്നവർ ഇപ്പോഴും അവിടെ ഉള്ളപ്പോൾ, അവരുടെ നേതൃത്വം ഉള്ളപ്പോൾ അവരെ എതിർക്കാൻ നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇതുവരെ മറഞ്ഞിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ വെളിയിൽ വരുന്ന ഒരവസ്ഥ, ആ വെളിയിൽ വരുന്നതിന് കൃത്യമായ പിന്തുണയുണ്ട്. അവർ പറയുന്നു, ഞങ്ങളെ തടയാൻ നോക്കണ്ട, ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിലിരുന്ന ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ചിട്ട് നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ്. ഞങ്ങളെ തടഞ്ഞാൽ ഈ ബഹുജനങ്ങൾ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ജനങ്ങളെ സംഘടിപ്പിച്ച് നിങ്ങളെ തച്ചുടയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇതുവരെ ഇല്ലാത്ത ഒരു ശബ്ദം, ഇതുവരെ ഇല്ലാത്ത ഒരു ഊർജം, ഇതുവരെ ഇല്ലാത്ത ഒരു സംവിധാനം അവാമി ലീഗിന് ഒരു സുപ്രഭാതത്തിൽ, അതായത് ട്രംപ് അധികാരത്തിൽ വന്നിട്ട് അതിനും വേണ്ടി ദിവസമാകുന്നതിന് മുമ്പ് വരികയും അത് കൃത്യമായിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ടോക്കിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ആ സംഭവിക്കുന്നതിനകത്തെല്ലാം ഹസീനയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ വളരെ കൃത്യമായിട്ടുണ്ട്. ഹസീനയുടെ ഭാഗമെന്ന് പറയുമ്പോൾ, ഹസീനയുടെ താല്പര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ താല്പര്യമാണ്, ഇന്ത്യയുടെ താല്പര്യമാണ്. അതുകൊണ്ടാണ് അവർ കലാപകാരികൾ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ, കൊല്ലണമെന്ന് അവർ തീരുമാനിക്കുന്ന നിമിഷം ഹസീനയെ അവിടുന്ന് ഇന്ത്യയിൽ എത്തിക്കുന്നു. ഇന്ത്യയിലെ അജിത് ഡോവൽ സ്വീകരിക്കുന്നു, രഹസ്യമായിട്ട് പാർപ്പിക്കുന്നു, ഇതുവരെ സംരക്ഷിക്കുന്നു, പ്രധാനമന്ത്രിയായിട്ട് നിലനിർത്തുന്നു. ട്രംപ് വന്നപ്പോൾ ഹസീനയുമായിട്ട് ചർച്ചയ്ക്ക് ഇടം കൊടുക്കുന്നു. അതിനുശേഷം അവർ ഒരു ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ട് അവരുടെ കാര്യങ്ങൾ പൊതുജനത്തിൻ്റെ അടുത്ത് പറയാൻ അവസരമുണ്ടാകുന്നു. പലവട്ടം ഇപ്പോഴത്തെ യുഎസ് ഗവൺമെന്റ് ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് നമ്മൾ തമ്മിലുള്ള കരാറിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ, അവരൊരു ക്രിമിനലാണെന്ന് പറയുമ്പോൾ, അവരെ തിരിച്ചു തരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, അതിന് ലോകത്തിന്റെ ഒരിടത്തു നിന്നും ബംഗ്ലാദേശ് സർക്കാരിന് ഹസീനെ തിരിച്ചു വേണമെന്ന് പറയുന്നതിന് ഒത്താശയില്ലാതെ പോകുന്ന ഒരവസ്ഥ. അതായത് കൃത്യമായ ഒരു നീക്കം ബംഗ്ലാദേശിൽ ഹസീനെ തിരിച്ചു കൊണ്ടുവരുന്നതിന്, പ്രധാനമന്ത്രിയായിട്ട് അവരോധിക്കുന്നതിന്, മോദിയുടെ താല്പര്യമനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നതിന് ലോകം മൊത്തവും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ട്രംപിന്റെ ഒരു വരവും ഇതിനകത്തൊരു ഘടകം. ഉറപ്പായിട്ടും ട്രംപിന്റെ വരവും ട്രംപിന്റെ ഇടപെടലും ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ യുഎസ് സർക്കാരിനെതിരാണ് ഞാൻ, യുഎസ് സർക്കാർ ചെയ്തത് തെറ്റാണ് എന്ന് പരസ്യമായിട്ട് പിൻവലിച്ചെന്ന് പറഞ്ഞാൽ ആ പിൻവലിപ്പിന് ഒരു പ്രത്യേകതയാണ്. പാകിസ്ഥാന്റെ സംബന്ധിച്ച് പിൻവലിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളിലും പിൻവലിച്ചു. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഈ തൽക്കാലത്തേക്ക് പിൻവലിച്ചിരിക്കുന്നു, നമുക്ക് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാം. ബംഗ്ലാദേശിന്റെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, പറച്ചിൽ നേരെ വ്യത്യാസമുണ്ട്. നോ കോംപ്രമൈസ്. യുഎസ് സർക്കാരിനും ഇപ്പോൾ നിൽക്കുന്ന ബംഗ്ലാദേശിനും ഒരു സഹായമില്ല, യാതൊരു ദാക്ഷിണ്യമില്ല. അപ്പം അതിൻ്റെ അർത്ഥം യുഎസും അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഗവൺമെൻറ്റിനെയും ലോകക്രമത്തിൽ അംഗീകരിച്ചു പോകാൻ അമേരിക്ക തയ്യാറല്ല. അമേരിക്ക അങ്ങനെ തയ്യാറല്ല. അപ്പോൾ പിന്നെ ആരും പരസ്യമായിട്ട് ഇനി തയ്യാറാവത്തില്ല. അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇന്ന് ലോകക്രമത്തിൽ ഒരു രാജ്യത്തിനും
വല്ല ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അതിന് റഷ്യ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിലും റഷ്യയുടെയൊക്കെ സാമ്പത്തിക നഷ്ടം അത്രയ്ക്ക് വലുതാണ്. മാത്രമല്ല റഷ്യയുടെ ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ കൊണ്ടാണ് ഒരു പരിധിവരെ പിടിച്ചു പോകുന്നത്. എന്നാലും അവരുടെ സാമ്പത്തിക നഷ്ടം എത്ര വലുതാണെന്നറിയാം. അതുപോലെ തന്നെ ബംഗ്ലാദേശിനോ അല്ലെങ്കിൽ വേറെ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ നാറ്റോ രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ പറഞ്ഞ ഇസ്ലാമിക് രാജ്യങ്ങൾക്കോ ഒന്നും സാധ്യമല്ല. കാരണം പല രീതിയിലാണ് അമേരിക്ക പോലുള്ള രാജ്യത്തിൻ്റെ സഹായം. സൈന്യ സഹായം ഇല്ലെങ്കിൽ പല സൗദി പോലെയുള്ള പല രാജ്യങ്ങളും അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ ബേസ് ഇല്ലാതെ അമേരിക്ക പിൻവലിച്ചു പോയാൽ അഫ്ഗാനിസ്ഥാൻ സംഭവിക്കും. അഫ്ഗാനിസ്ഥാൻ അമേരിക്ക കയറി പോയപ്പോൾ താലിബാൻ കയറി പിടിച്ചില്ലേ. അതുപോലെ പല ഇപ്പം അവിടുന്ന് വരാക്കി ഈ മറ്റേടത്ത് യമനിൽ നിന്ന് കയറാൻ ഊത്തി അന്നേരം പിടിച്ച് അവിടുത്തെ അവനെ അവിടെ രാജാവും. അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ഒരു ഹസീന തിരിച്ചു വരുന്നു. ഹസീനയുടെ നേതൃത്വത്തിൽ അവിടെ റാലികൾ സംഘടിപ്പിക്കുന്നു, അവരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇപ്പം നിലവിൽ നിൽക്കുന്ന യൂനസിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. അതായത് ഹസീനയുടെ തിരിച്ചു വരവ് അതിവിദൂരമല്ല. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും.